നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് ഏത്തക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. 3 ദിവസത്തെ ട്രെയിൻ യാത്ര കാരണം അത് നമ്മുടെ വന്നപ്പോഴത്തേക്കിനും നന്നായി പഴുത്തു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് കുറച്ച് ഏത്തപ്പഴം എടുത്തു ഏത്തക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാവൊക്കെ ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഏത്തക്കാപ്പം ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എനിക്കൊരു അബദ്ധം പറ്റിയത്. ഞാനതിനകത്ത് കുറച്ച് സോഡാപ്പൊടി ചേർത്തായിരുന്നേ. ഞാൻ യൂട്യൂബിൽ കണ്ടാണ് മാവിനെ സെറ്റാക്കി വെച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ 1-2 വീഡിയോയിൽ കണ്ടു സോഡാപ്പൊടി ചേർക്കണമെന്ന്. ഞാനങ്ങനെ ഇച്ചിരി സോഡാപ്പൊടി എടുത്ത് ചേർത്തു. അതുകൊണ്ടാണോ എന്നറിയില്ല, പഴംപൊരി എണ്ണയ്ക്കകത്തോട്ട് ഇട്ടപ്പോഴത്തേക്കിനും അങ്ങ് ചുമന്ന കളറായി. പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. കളറ് ചെറുതായിട്ട് ചുമന്നിരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ചൂട് പഴംപൊരികളെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കിനി കട്ടൻ വെക്കണം. കട്ടനും വേഗം തന്നെ തിളപ്പിച്ചു. അപ്പം ഇവിടെ ഭയങ്കര വെയിലാണ്. ആ വെയിലത്ത് ഞങ്ങൾ രണ്ടും കൂടെ ബാൽക്കണി പോയിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ചായ കുടിക്കുകയാണ്. വെറും തലേന്നത്തെ കാറ്റിൽ ഇവിടുത്തെ കുറേ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു, നാളെ കാണാമേ.